TutorVaultന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ്. കാരണം യൂട്യൂബിൽ ഷോർട്ട് വീഡിയോ ചെയ്യുന്നവരാണെങ്കിലും ലോങ് വീഡിയോ ചെയ്യുന്നവരാണെങ്കിലും നിങ്ങളുടെ ഷോർട്ട് വീഡിയോയും ലോങ് വീഡിയോയും വൈറലാകുന്നില്ലെങ്കിൽ ഈ ഒരു സെറ്റിങ്സ് നിങ്ങളൊന്ന് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങളുടെ ചാനലിലേക്ക് വാച്ച് അവറും വ്യൂസും അതുപോലെ നിങ്ങളുടെ വീഡിയോ വൈറലാകുവാനുമുള്ള 100% ഉറപ്പുള്ളൊരു ട്രിക്കാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. നിരവധി ആളുകൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ചോദിക്കുന്നതാണ് വാച്ച് അവേഴ്സ് കൂടുന്നില്ല അല്ലെങ്കിൽ വ്യൂസ് കൂടുന്നില്ല, വീഡിയോ വൈറലാകുന്നില്ല എന്ന് പറഞ്ഞ്. എന്നാൽ നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ, അതിപ്പോൾ ഷോർട്ട് വീഡിയോ ആണെങ്കിലും ലോങ് വീഡിയോ ആണെങ്കിലും നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ആരും ശ്രദ്ധിക്കാത്ത ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെറ്റിങ്സ് ഉണ്ട്. അത് എപ്പോഴും യൂട്യൂബ് എനേബിൾ ചെയ്തായിരിക്കും നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത്. അതായത് ആ സെറ്റിങ്സ് എപ്പോഴും ഡിഫോൾട്ട് രീതിയിലായിട്ടാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ മറക്കുന്ന ഒരു കാര്യമുണ്ട്, ഈ ഒരു സെറ്റിങ്സ് നിങ്ങൾ ഡിസേബിൾ ചെയ്തിടേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇത് എനേബിൾ ചെയ്യുമ്പോഴും ഡിസേബിൾ ചെയ്യുമ്പോഴും നിങ്ങൾക്ക് വരുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ യൂട്യൂബ് വീഡിയോയ്ക്കും യൂട്യൂബ് ചാനലിനും വരുന്ന മാറ്റങ്ങൾ ആദ്യം തന്നെ ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അതിനുശേഷം എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്നും അതുകൊണ്ടും വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നും എല്ലാം നിങ്ങളെ ലൈവായിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ വീഡിയോ കാണുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ മറക്കാതെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്ത് കിടക്കുന്ന ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനെടുക്കുന്ന ഇതുപോലത്തെ വൈറൽ കണ്ടന്റുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ലോങ് വീഡിയോസും ഷോർട്ട് വീഡിയോസും വൈറലാകുന്നില്ല എന്നുള്ളതിനുള്ള ഒരു 100% സൊല്യൂഷനാണ് ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത്. അതായത് നമ്മൾ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് യൂട്യൂബ് ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും എംബഡിങ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് അലോ എംബഡിങ് എന്ന് പറയുന്ന ഒരു ചെറിയ ടിക്ക് ബോക്സ് അവരവിടെ എനേബിൾ ചെയ്താണ് കൊടുക്കുന്നത്. ആദ്യം തന്നെ ഈ എംബഡിങ് എന്ന് പറയുന്ന ഈ ഓപ്ഷൻ എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. നിങ്ങളുടെ യൂട്യൂബ് വീഡിയോ നിങ്ങൾ വാട്സപ്പിലൂടെയും മറ്റ് ഇൻസ്റ്റാഗ്രാമിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഒക്കെ ഷെയർ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ യൂട്യൂബ് വീഡിയോയിലേക്ക് വാച്ച് അവേഴ്സ് വരുന്നില്ല, യൂട്യൂബ് വീഡിയോ വൈറലാകുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഷോർട്ട് വീഡിയോ അല്ലെങ്കിൽ ലോങ് വീഡിയോസിലേക്ക് വ്യൂസും വാച്ച് അവേഴ്സും വരുന്നില്ലെങ്കിൽ നിങ്ങൾ യൂട്യൂബ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണേണ്ട ഒരു സെറ്റിങ്സ് ഉണ്ട്. അലോ എംബഡിങ് എന്ന് പറയുന്ന ഒരു സെറ്റിങ്സ് ആണ്. ഈ ഒരു സെറ്റിങ്സിനെ കുറിച്ച് നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും, എന്നാൽ നിങ്ങൾ അതിനെക്കുറിച്ച് മൈൻഡ് ചെയ്യാണ്ട് പോകുന്നവരായിരിക്കും. ആദ്യം തന്നെ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ യൂട്യൂബ് വീഡിയോ നിങ്ങൾ എത്ര വീഡിയോ ഇട്ട് കഴിഞ്ഞ ശേഷവും വാച്ച് അവേഴ്സ് നിങ്ങൾക്ക് വരുന്നില്ല, നിങ്ങൾക്ക് അതായത് 1K സബും 4000 വാച്ച് അവേഴ്സും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഏറ്റവും മുഖ്യ കാരണം എന്ന് പറയുന്നത് ഈ എംബഡിങ് എന്ന് പറയുന്ന ഈ സെറ്റിങ്സ് നിങ്ങളുടെ എനേബിൾ ചെയ്ത് ഇടുന്നത് കൊണ്ടാണ്. നിങ്ങൾക്ക് ലൈവായിട്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് അലോ എംബഡിങ് എന്ന് പറയുന്നത് ഡിസേബിൾ ചെയ്താലും എനേബിൾ ചെയ്താലും ഉണ്ടാകുന്ന നിങ്ങളുടെ വീഡിയോയുടെ മാറ്റങ്ങൾ ഞാൻ നിങ്ങൾക്ക് ലൈവായിട്ട് കാണിച്ചു തരാം. നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളുടെ യൂട്യൂബ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു സെറ്റിങ്സ് എനേബിൾ ആണോ, അല്ലെങ്കിൽ നിങ്ങളുടെ യൂട്യൂബ് വീഡിയോയിൽ നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോയുടെ സെറ്റിങ്സ് എടുത്തു കഴിഞ്ഞ ശേഷം ഈ ഒരു ഓപ്ഷൻ എനേബിൾ ആണോ അല്ലയോ എന്ന് നിങ്ങൾ ഉറപ്പായിട്ടും ചെക്ക് ചെയ്യണം. നിങ്ങളുടെ യൂട്യൂബ് വീഡിയോ വൈറലാകുന്നതിനും അല്ലെങ്കിൽ നിങ്ങളുടെ വ്യൂസും വാച്ച് അവേഴ്സും കുറയ്ക്കുന്നതിനുമുള്ള ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെറ്റിങ്സ് തന്നെയാണിത്. കാരണം ഈ ഒരു സെറ്റിങ്സ് നിങ്ങൾ ഡിസേബിൾ ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ മാത്രമായിരിക്കും നിങ്ങളുടെ യൂട്യൂബ് വീഡിയോ വൈറലാകുകയുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളുടെ യൂട്യൂബ് വീഡിയോ കാണുന്നതിനനുസരിച്ച്, അതായത് സബ്സ്ക്രൈബേഴ്സും മറ്റ് വ്യൂവേഴ്സും നിങ്ങളുടെ വീഡിയോ കാണുന്നതിനനുസരിച്ച് നിങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് വാച്ച് അവേഴ്സും വ്യൂസും നിങ്ങൾക്ക് കൗണ്ടിങ്ങിലേക്ക് വരുന്നതിന് വേണ്ടി ഈ ഒരു സെറ്റിങ്സ് ഉറപ്പായിട്ടും നിങ്ങൾ ഡിസേബിൾ ചെയ്ത് വെക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ട് തന്നെയുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ എന്തായാലും ആ സെറ്റിങ്സ് എങ്ങനെ നമ്മുടെ യൂട്യൂബ് ചാനലിലെ വീഡിയോയിൽ ചെയ്യാമെന്നും അത് അപ്ലോഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അത് ഡിസേബിൾ ചെയ്യേണ്ടത് എന്നും 100% വർക്കിംഗ് ആയിട്ടുള്ള മെത്തേഡാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് അവസാനം വരെ കാണണം. അപ്പോൾ നമുക്ക് ആ വീഡിയോ കണ്ടിട്ട് വരാം. കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ ആണെങ്കിലും അല്ലെങ്കിൽ ലാപ്ടോപ്പോ ഡെസ്ക്ടോപ്പോ എന്ത് യൂസ് ചെയ്യുന്നവരായിക്കോട്ടെ, നിങ്ങൾക്ക് നിങ്ങളുടെ ഡിവൈസിലൂടെ തന്നെ ഈ സെറ്റിങ്സ് എനേബിൾ ചെയ്യാനും ഡിസേബിൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാൻ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് വളരെ എളുപ്പത്തിന് എങ്ങനെയാണ് നിങ്ങളുടെ യൂട്യൂബ് വീഡിയോയുടെ വാച്ച് അവേഴ്സ് കൂട്ടാൻ പറ്റുന്ന ഈ സെറ്റിങ്സ് എങ്ങനെ നമുക്ക് ഡിസേബിൾ ചെയ്തിടാം എന്നുള്ള സെറ്റിങ്സ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് വൈറലാകുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ലോങ് വീഡിയോസിന് നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന വാച്ച് അവേഴ്സ് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെറ്റിങ്സാണ് ഞാനിന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. കാരണം നിങ്ങൾ യൂട്യൂബ് സ്റ്റുഡിയോയിലൂടെയും അല്ലെങ്കിൽ യൂട്യൂബ് ആപ്ലിക്കേഷനിലൂടെയൊക്കെ നിരവധി സെറ്റിങ്സുകൾ നിങ്ങളുടെ യൂട്യൂബ് വീഡിയോ അല്ലെങ്കിൽ ഷോർട്ട് വീഡിയോ വൈറലാക്കുന്നതിന് നിങ്ങൾ ചെയ്യുന്നവരാണ്. നിങ്ങൾ ഈ ഒരു സെറ്റിങ്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ യൂട്യൂബ് വീഡിയോയ്ക്ക് നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഷോർട്ട് വീഡിയോ ആണെങ്കിലും ലോങ് വീഡിയോ ആണെങ്കിലും അതിന് വരുന്ന മാറ്റങ്ങളാണ് ഞാനിന്നിവിടെ പറയാൻ പോകുന്നത്. കാരണം വാച്ച് അവേഴ്സ് കുറവാണ്, നിങ്ങൾക്ക് വ്യൂസ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ചാനലിലെ വീഡിയോയ്ക്ക് വ്യൂസ് കൂട്ടണം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായും നിങ്ങളുടെ ചാനലിലെ വീഡിയോസ് വൈറലാകും. അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ വാച്ച് അവേഴ്സും ഉണ്ടാക്കാൻ സാധിക്കുന്നതായിരിക്കും. അതിനായി ഞാൻ ആദ്യം തന്നെ ഒരു സെറ്റിങ്സ് കാണിച്ചു തരാം. നിങ്ങൾ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുക.
ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി തന്നെ അപ്ലോഡ് ചെയ്തിട്ടുള്ള നിരവധി വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ യൂട്യൂബ് ചാനലിലെ വീഡിയോസ് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ ചാനലിലെ വീഡിയോസാണ്. ഇപ്പോൾ ഞാനിവിടെ ലേറ്റസ്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോ ഓപ്പൺ ചെയ്യുകയാണ്. ഈ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് ഇതിൻ്റെ അകത്ത് നിരവധി ഓപ്ഷൻസ് നമുക്ക് കാണാം. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൊബൈൽ ഫോണിലൂടെയും ചെയ്യാം, നിങ്ങൾക്ക് നിങ്ങളുടെ ലാപ്ടോപ്പ് ഉള്ളവരാണെങ്കിൽ അതിലൂടെയും ചെയ്യാം, ഡെസ്ക്ടോപ്പിലൂടെയും ചെയ്യാം, ഏത് ഓപ്ഷനിലൂടെയും നമുക്കിത് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ഓൾറെഡി ഇതിൻ്റെ അകത്ത് അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഒരു വീഡിയോയിൽ നമുക്കത് എങ്ങനെ സെറ്റ് ചെയ്യാമെന്നും പിന്നെ ഞാൻ അതിന് ശേഷം ലാസ്റ്റ് നിങ്ങൾക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും നിങ്ങളതെങ്ങനെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളും ഞാൻ ഒറ്റ വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നതായിരിക്കും. വീഡിയോയുടെ ലെങ്ത് ഇച്ചിരി കൂടുതലായിരിക്കും, പക്ഷേ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ തന്നെയാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഈ വീഡിയോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവിടെ ഈ ഒരു എഡിറ്റ് ബട്ടൺ കാണുന്നുണ്ട്. എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്കിവിടെ ഡിസ്ക്രിപ്ഷൻ, വിസിബിലിറ്റി എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ കാണാം. ഇവിടെ മോർ ഓപ്ഷൻ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ലേ, ടാഗ്, ഷോർട്ട്, റീമിക്സിങ് എന്ന് പറഞ്ഞ്. അപ്പോൾ നമ്മൾ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തു. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ടാഗ്സ് ഇവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ ഇവിടെ ഷോർട്ട് റീമിക്സിങ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് അലോ വീഡിയോ ആൻഡ് ഓഡിയോ റീമിക്സിങ്. അതുപോലെ താഴത്തോട്ട് വന്നു കഴിയുമ്പോൾ തന്നെ അലോ എംബഡിങ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. ഞാനിപ്പോൾ അവിടെ ഡിസബിൾ ചെയ്താണ് ഇട്ടിരിക്കുന്നത്. അതായത് ഈ ടിക്ക് നമ്മൾ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ, ഇവിടെ ഒരു ടിക്ക് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എനബിളായി. അതായത് എംബഡിങ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ എനബിളായി. അത് നമുക്ക് ഒന്ന് സേവ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഡിസബിൾ ചെയ്യുമ്പോഴും എനബിൾ ചെയ്യുമ്പോഴും ഉള്ള വ്യത്യാസം ഞാൻ കാണിച്ചു തരാം. ഞാനതിപ്പോൾ ഡിസബിൾ ചെയ്താണ് ഇട്ടിരിക്കുന്നത്. നിങ്ങളൊരു യൂട്യൂബ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഇത് ഓൾറെഡി തന്നെ ഡിഫോൾട്ട് രീതിയിൽ ഇങ്ങനെ എനബിൾ ആയിട്ടായിരിക്കും കിടക്കുള്ളൂ. അപ്പോൾ നിങ്ങളത് അൺടിക്ക് ചെയ്ത് അലോ എംബഡിങ് ഓഫ് ചെയ്തിടേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഞാനത് എനേബിൾ ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഞാനൊന്ന് സേവ് ചെയ്തു. സേവ് ചെയ്ത് കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം. നിങ്ങളുടെ വാട്സപ്പിലേക്കോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കോ വാട്സപ്പ് ഗ്രൂപ്പിലേക്കോ ഷെയർ ചെയ്തിട്ട് നമുക്ക് അതൊന്ന് വ്യൂ ചെയ്ത് നോക്കാം എങ്ങനെയായിരിക്കും അതിൻ്റെ വ്യൂ കിട്ടുന്നതെന്ന്. ഇപ്പോൾ ഞാൻ എൻ്റെ TutorVault എന്ന് പറയുന്ന എൻ്റെ ചാനലിൻ്റെ ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പാണ്. നിരവധി മെമ്പേഴ്സ് ഉള്ള ഒരു ഗ്രൂപ്പാണ്. നിങ്ങൾക്ക് ഇതിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ജോയിൻ ചെയ്യാം. നിങ്ങളുടെ ഷോർട്ട് വീഡിയോസും ലോങ് വീഡിയോസും ഒക്കെ ഇതിൽ നിങ്ങൾക്ക് സെൻഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് യൂട്യൂബിൽ വർക്ക് ചെയ്യുന്നതിനുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ നിന്ന് ചോദിച്ച് അറിയാൻ പറ്റുന്നതായിരിക്കും. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാൻ താല്പര്യമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സംശയങ്ങളെല്ലാം ഈ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ഞങ്ങൾ സോൾവ് ചെയ്ത് തരുന്നതായിരിക്കും. നിരവധി ആക്റ്റീവായിട്ടുള്ള മെമ്പേഴ്സ് ഉള്ള ഗ്രൂപ്പാണ്. അപ്പോൾ ഞാൻ അതിലേക്ക് എൻ്റെ ആ വീഡിയോ ഒന്ന് പ്ലേസ് ചെയ്തു. അതായത് ഇപ്പോൾ അലോ എംബഡിങ് എന്ന് പറയുന്നത് ഞാൻ എനേബിൾ ചെയ്താണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ജസ്റ്റ് ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ, അതായത് ഞാനിപ്പോൾ ഈ വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്ത ഈ വീഡിയോ ഉണ്ടല്ലോ, ഇനി ഞാനതൊന്ന് പ്ലേ ചെയ്ത് നോക്കുകയാണ്. അത് നമുക്ക് എങ്ങനെയാണ് വ്യൂ ആവുന്നതെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഞാനപ്പോൾ ഈ സെൻഡ് ചെയ്ത വീഡിയോ ഒന്ന് പ്ലേ ചെയ്യുകയാണ്. പ്ലേ ചെയ്യുമ്പോൾ നമുക്കത് എങ്ങനെ പ്ലേ ചെയ്ത് നോക്കാം. മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇപ്പോൾ ഞാനത് പ്ലേ ചെയ്ത് കഴിഞ്ഞപ്പോൾ വാട്സപ്പിൻ്റെ പ്ലെയറിലാണ് അത് പ്ലേ ആയിട്ടുള്ളത്. അതായത് പരസ്യങ്ങളൊന്നും വന്നിട്ടുമില്ല. അതുപോലെ ഇങ്ങനെ പ്ലേ ചെയ്യുമ്പോൾ, അതായത് വാട്സപ്പിൻ്റെ പ്ലെയറിൽ, ഇതിപ്പോൾ നിങ്ങൾ സെൻഡ് ചെയ്യുന്നത് വാട്സപ്പിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഈ അലോ എംബഡിങ് എന്ന് പറയുന്ന ഓപ്ഷൻ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സെൻഡ് ചെയ്യുമ്പോൾ അതൊരു മറ്റൊരാൾ കണ്ടു കഴിഞ്ഞ് കഴിയുമ്പോൾ അതിന് വ്യൂസും വാച്ച് നമ്മുടെ ചാനലിലേക്ക് വരില്ല. വാച്ച് നമുക്ക് എന്തായാലും കൗണ്ട് ചെയ്യില്ല. അപ്പോൾ നിങ്ങൾ എന്താ ശ്രദ്ധിക്കേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതുപോലെ നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് നിങ്ങളുടെ വീഡിയോ ഷെയർ ചെയ്ത് കഴിയുമ്പോൾ അത് വാട്സപ്പിൻ്റെ പ്ലെയറിലാണ്, വീഡിയോ പ്ലെയറിലാണ്, വാട്സപ്പിൻ്റെ പ്ലെയർ ഉണ്ടല്ലോ അതിലായിരിക്കും പ്ലേ ആകുന്നത്. അത് യൂട്യൂബിലേക്ക് പോകില്ല. ഇനി നമുക്ക് വേറൊരു സെറ്റിങ്സ് കാണിച്ചു തരാം. ഈ അലോ എംബഡിങ് എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് ഒന്ന് ഡിസബിൾ ചെയ്തിട്ട് ഞാനത് സെൻഡ് ചെയ്ത് കാണിച്ചു തരാം. അന്നേരം അത് എങ്ങനെയാണ് പ്ലേ ആവുന്നതെന്നും കാണിച്ചു തരാം. ഇപ്പോൾ ഞാനത് ഡിസബിൾ ചെയ്തു. അതിനുശേഷം സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്തു. ഇനി നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്കതൊന്ന് കണ്ടു നോക്കാം. ഇപ്പോൾ ഞാൻ ആദ്യം സെൻഡാക്കിയ ആ വീഡിയോ ഇപ്പോഴും ഗ്രൂപ്പിലുണ്ട്. ആ വീഡിയോയ്ക്ക് വലിയ മാറ്റങ്ങളൊന്നും കാണുന്നില്ല. പക്ഷേ നമ്മളിപ്പോൾ അലോ എംബഡിങ് എന്ന് പറയുന്ന ആ ഓപ്ഷൻ ഡിസബിൾ ചെയ്താണ് ഇട്ടിരിക്കുന്നത്. ഇനി നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇനി ഞാൻ പ്ലേ ചെയ്യുമ്പോൾ ഉള്ള മാറ്റം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നതായിരിക്കും. എന്തുകൊണ്ടായിരിക്കും നമുക്ക് വാച്ചവേഴ്സും കാര്യങ്ങളൊന്നും കിട്ടാത്തതെന്നുള്ള കാര്യം നിങ്ങൾക്ക് ഇപ്പം തന്നെ മനസ്സിലാവും. കാരണം ആദ്യം ഞാൻ പ്ലേ ചെയ്ത് കഴിഞ്ഞപ്പോൾ അലോ എംബഡിങ് എനേബിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് പ്ലേ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അത് വാട്സപ്പിൻ്റെ പ്ലെയറിലാണ് അത് പ്ലേ ആയത്. ഇപ്പോൾ ഞാനത് പ്ലേ ആക്കുന്നത് യൂട്യൂബിലേക്ക് ഡയറക്റ്റാണ് അതിൻ്റെ ലിങ്ക് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ പോകുന്നത്. ഇപ്പോൾ അത് കുറച്ച് നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഒന്ന് ലോഡ് ചെയ്തെടുക്കാനുള്ളൊരു ടൈം ഡിലേ ഉണ്ട്. ലോഡ് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ നേരെ പോയത് യൂട്യൂബിൻ്റെ പ്ലെയറിലേക്കാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ യൂട്യൂബ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഷോർട്ട് വീഡിയോ ആണെങ്കിലും ലോങ് വീഡിയോ ആണെങ്കിലും അലോ എംബഡിങ് എന്ന് പറയുന്ന ആ ഓപ്ഷൻ ഡിസബിൾ ചെയ്തിടുക. കാരണം നിങ്ങളുടെ വീഡിയോ യൂട്യൂബിൻ്റെ പ്ലെയറിൽ പ്ലേ ചെയ്യുമ്പോൾ മാത്രമായിരിക്കും നിങ്ങൾക്ക് വാച്ചവേഴ്സ് കിട്ടുകയുള്ളൂ. അതുപോലെ തന്നെ അതിൽ നിന്ന് നിങ്ങൾക്ക് ഏണിങ്സ് ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. തീർച്ചയായും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ അലോ എംബഡിങ് എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾ
എനബിൾ ചെയ്തിട്ട് കഴിഞ്ഞാലുള്ള ഗുണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു വീഡിയോ വൈറലാകുന്നതിനും അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു വീഡിയോ വളരെ നല്ലൊരു വീഡിയോ ആണെങ്കിൽ അത് മറ്റൊരാളുടെ വെബ്സൈറ്റിലോ അവരുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്കോ ഒക്കെ ഷെയർ ചെയ്യുമ്പോൾ അവിടുന്ന് ഡയറക്റ്റ് ആയിട്ട് അവർക്ക് വ്യൂ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ നിങ്ങളുടെ അങ്ങനെ വ്യൂ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ വീഡിയോ മറ്റു ആളുകൾ ഓരോ ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്ത് ചിലരത് വെബ്സൈറ്റിലൊക്കെ പ്ലേസ് ചെയ്ത് നല്ല വ്യൂസും അതുപോലെ സബ്സ്ക്രൈബേഴ്സും നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ അങ്ങനെ വ്യൂ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് വാച്ചവേഴ്സ് നിങ്ങൾക്ക് ലഭിക്കില്ല. നിങ്ങളുടെ വീഡിയോ വൈറലാകും. നിങ്ങളുടെ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തിട്ട് നിങ്ങളുടെ കണ്ടൻറ്റ് നല്ലതാണെങ്കിൽ നിങ്ങളുടെ വീഡിയോ മറ്റുള്ളവരിലേക്ക് വളരെ എളുപ്പത്തിന് ഷെയർ ചെയ്ത് അവർ ഈസി ആയിട്ട് ആ ഷെയർ ചെയ്യുന്ന പ്ലാറ്റ്ഫോമിലെ പ്ലെയർ ഉണ്ടല്ലോ, വാട്സപ്പ് ആണെങ്കിൽ വാട്സപ്പ്, ഫേസ്ബുക്ക് ആണെങ്കിൽ ഫേസ്ബുക്ക്, അതിലൂടെ തന്നെ അവർ വാച്ച് ചെയ്ത് അവർക്ക് അവിടുന്ന് മറ്റൊരാൾക്ക് ഷെയർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. പക്ഷേ അതിൽ നിന്ന് നിങ്ങൾക്ക് വേറെ ബെനിഫിറ്റ് ഒന്നുമില്ല. നിങ്ങൾക്ക് ആ വീഡിയോ വൈറലാകുന്നതിലൂടെ നിങ്ങളുടെ വീഡിയോ പോപ്പുലർ ആവും. അതുപോലെ തന്നെ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രിപ്ഷനും കൂടും, അതുപോലെ വ്യൂസും കൂടും. പക്ഷേ നിങ്ങളുടെ യൂട്യൂബ് വീഡിയോയ്ക്ക് വാച്ചവേഴ്സും വരില്ല. നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ എലിജിബിലിറ്റി എന്ന് പറയുന്ന ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങളുടെ വാച്ചവേഴ്സിലേക്ക് ആ കൗണ്ട് എടുക്കുന്നതല്ല. നിങ്ങളുടെ വീഡിയോ എപ്പോൾ നിങ്ങൾ പ്ലേ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ മറ്റൊരാൾ നിങ്ങളുടെ വീഡിയോ പ്ലേ ചെയ്യുമ്പോഴും അത് യൂട്യൂബിൻ്റെ പ്ലെയറിലൂടെ തന്നെ മാത്രം പ്ലേ ചെയ്താൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് അതിൻ്റെ വാച്ചവേഴ്സ് ഏൺ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഞാനിപ്പോൾ പറഞ്ഞു തന്നത്. നിങ്ങൾ അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഈ അലോ എംബഡിങ് എന്ന് പറയുന്ന ഈ ഓപ്ഷൻ എപ്പോഴും ഡിഫോൾട്ടായിട്ട് എനബിൾഡ് രീതിയിലായിരിക്കും സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നിങ്ങൾ അത് എപ്പോഴും ഡിസബിൾ ആക്കി സെറ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് വാച്ചവേഴ്സ് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾക്ക് വാച്ചവേഴ്സ് ഇൻക്രീസ് ചെയ്യേണ്ട, നിങ്ങളുടെ വീഡിയോ വൈറലാക്കിയാൽ മതി. അതായത് മറ്റൊരാളെ കൊണ്ട് ഷെയർ ചെയ്യിപ്പിച്ച് അല്ലെങ്കിൽ മറ്റൊരാളുടെ വെബ്സൈറ്റിൽ, അതായത് ഇപ്പോൾ നിങ്ങളൊരു ട്രാവൽ വീഡിയോ ചെയ്യുന്നവരാണ്, ഒരു ഫുഡ് വ്ലോഗ് ചെയ്യുന്നവരാണ്, നിങ്ങളുടെ ചാനൽ വൈറലാക്കണം അല്ലെങ്കിൽ വീഡിയോ വൈറലാക്കണമെങ്കിൽ നിങ്ങൾ ഈ അലോ എംബഡിങ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ നിരവധി ആളുകൾ നിങ്ങളുടെ വീഡിയോ ഷെയർ ചെയ്യുമ്പോൾ അവർക്കത് ഈസി ആയിട്ട് പ്ലേ ചെയ്യാനും അതിൽ നിന്ന് നിങ്ങൾക്ക് ബെനിഫിറ്റ് ഒന്നും കിട്ടില്ല. പക്ഷേ നിങ്ങളുടെ ചാനലിലെ വീഡിയോസ് വൈറലാകും, ചാനലിലേക്ക് സബ്സ്ക്രിപ്ഷനും കൂടും. അങ്ങനെ നിങ്ങൾക്ക് മറ്റൊരാളുടെ വെബ്സൈറ്റിലൊക്കെ നിങ്ങളുടെ വീഡിയോ പ്ലേസ് ചെയ്ത് അയാൾക്ക് ആ വെബ്സൈറ്റിൽ ആരെങ്കിലും ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അവർക്ക് അവിടുന്ന് തന്നെ പ്ലേ ചെയ്യാനും സാധിക്കുന്നതായിരിക്കും. അതിനാണ് നമ്മൾ അലോ എംബഡിങ് എന്ന് പറയുന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കുന്നത്. ഡിസബിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വീഡിയോ ഇപ്പോൾ 10 പേരെ ഷെയർ ചെയ്യുന്നുള്ളൂ, 10 പേര് കണ്ടു കഴിഞ്ഞാലും അതിൻ്റെ വാച്ചവേഴ്സ് നിങ്ങൾക്ക് നിങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ആഗ്രഹം, നിങ്ങൾക്ക് വാച്ചവേഴ്സ് ഏൺ ചെയ്യാനാണെങ്കിൽ ആ ഒരു ഓപ്ഷൻ ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ വൈറലാക്കുന്നതിനുള്ള ഒരു ഓപ്ഷനാണ് ചെയ്യേണ്ടെങ്കിൽ അലോ എംബഡിങ് എനേബിൾ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങളുടെ സാഹചര്യം അനുസരിച്ച് നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഈ സെറ്റിങ്സ് നിങ്ങളുടെ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോയിലും നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെറ്റിംഗ് തന്നെയാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ വീഡിയോ വൈറലാക്കുന്നതിനും നിങ്ങളുടെ ചാനൽ നല്ല രീതിയിൽ ഗ്രോ ചെയ്യുന്നതിനും വേണ്ടിയുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ടിപ്പും അല്ലെങ്കിൽ ഒരു നല്ലൊരു ട്രിക്സുമാണ് ഞാനിപ്പോൾ പറഞ്ഞു തന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് നോക്കുക. ഈ ട്രിക്കുകളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഷോർട്ട് വീഡിയോ അല്ലെങ്കിൽ ലോങ് വീഡിയോസ് നിങ്ങൾക്ക് വൈറലാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. ഇതുപോലുള്ള നല്ല രീതിയിലുള്ള ട്രിക്കുകളും അല്ലെങ്കിൽ ഷോർട്ട് വീഡിയോ അല്ലെങ്കിൽ ലോങ് വീഡിയോ വൈറലാക്കുന്നതിനും വേണ്ടിയും നിങ്ങളുടെ യൂട്യൂബ് ചാനൽ നല്ല രീതിയിൽ ഗ്രോ ചെയ്യിക്കുന്നതിനും വേണ്ടിയും നല്ല വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കണം അല്ലെങ്കിൽ നല്ല ഇൻഫർമേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ യൂട്യൂബ് ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. കൂടാതെ നോട്ടിഫിക്കേഷൻ ഓൾ കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന ഇതുപോലത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പിന്നെ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. പിന്നെ നിങ്ങൾ മറക്കാണ്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്തതിന് ശേഷം ഒന്ന് ലൈക്കും കൂടെ ചെയ്ത് വിടുക. അപ്പോൾ അടുത്ത വീഡിയോ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ ട്രിക്കുകളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ വീഡിയോസ് നല്ല രീതിയിൽ വൈറലാക്കുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെയും ചോദിക്കാവുന്നതാണ്. വാട്സപ്പിൻ്റെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് യൂട്യൂബിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ യൂട്യൂബ് ചാനലിലേക്ക് വ്യൂസോ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അറിയാനുള്ള എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയാനുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ അത് ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആക്റ്റീവായിട്ടുള്ള മെമ്പേഴ്സുകളുണ്ട്. നമുക്ക് അതിൽ നിന്നും സംശയങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ്റെ അകത്ത് വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിലൂടെ ജോയിൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇതുപോലുള്ള ട്രിക്കുകൾ യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ ചാനലിനോട് സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിന്നുകൊണ്ട് തന്നെ നിങ്ങളുടെ വീഡിയോസ് നല്ല രീതിയിൽ വൈറലാക്കി മാറ്റുക.